ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലേ നല്ല പോത്തിറച്ചി കറിയാണ്. അപ്പം വെളിയിൽ മൺചട്ടിയിലൊക്കെ വെക്കാമെന്ന് കരുതി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടായപ്പം അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് തേങ്ങാക്കൊത്തൊന്ന് വഴണ്ട് വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയപ്പം ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. അതൊന്ന് വഴലാൻ വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ടൊന്ന് അടച്ചു വെച്ച് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല വഴണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, നമ്മുടെ ഗരം മസാല ഇതെത്ര ഇട്ടൊന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിൽ തക്കാളി ഇട്ടു. തക്കാളി ഇട്ട് അതൊന്ന് ഇതായതിന് ശേഷം നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തേ. ബീഫ് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം ചെറിയ തീയിലൊന്ന് ഇട്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് വെച്ചു. ഒരു മണിക്കൂറോളം ചെറിയ തീയിൽ കിടന്ന് വെന്ത് നമ്മുടെ ബീഫ് നല്ല സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പില ഇട്ട് ഒന്ന് അടച്ച് വെച്ച് കേട്ടോ. ഇനി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറൊന്ന് സെറ്റ് ചെയ്താലോ. അപ്പോൾ ചോറിട്ട് അതിലേക്ക് നമ്മുടെ കൂർക്കം മെഴുക്ക് വരട്ടി, നമ്മൾ ചീവക്കിഴങ്ങെന്നൊക്കെ പറയും, അത് വെച്ചു. പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബീഫിൻ്റെ മെയിൻ കോമ്പിനേഷനായ കപ്പ ഇട്ടു. പിന്നെ ഞാൻ സൈഡിൽ കുറച്ച് സാലഡ് ഐറ്റമൊക്കെ ഇട്ട് ഡെക്കറേഷന് വേണ്ടി നമ്മുടെ ബീഫ് ഇങ്ങനെ അടുപ്പിലിങ്ങനെ വെന്ത് കുറുകി കിടക്കുമായിരുന്നേ. കളറൊക്കെ മാറി നല്ല കുറുകിയ നിലയിലായിരുന്നു. അപ്പം കപ്പയുടെ മുകളിലോട്ട് ബീഫൊക്കെ വെച്ച് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഒരു പീസ് ഇങ്ങനെ എടുത്ത് വായിൽ വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.